സാമൂഹിക പ്രവർത്തകനും PDO എഞ്ചിനീയറുമായ വിൽസൺ ജോർജ്, മസ്കത്ത് ഹയർ കോളേജ് ഓഫ് ടെക്നോളജി ലെക്ചറർ മുഹമ്മദ് ബഷീർ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ റെജിമോൻ കുട്ടപ്പൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ. നിലവിലെ ബോർഡംഗം അരുൾ മൈക്കിൾ, ശത്രുസുധൻ ശ്രീവാസ്തവ എന്നിവരാണ് വിജയിച്ച മറ്റുള്ളവർ. 949 വോട്ട് നേടി വൻ മാർജിനിലാണ് വിൽസന്റെ വിജയം. മുഹമ്മദ് ബഷീർ 463 വോട്ട് കരസ്ഥമാക്കി. റെജിമോൻ 167, അരുൾ മൈക്കിൾ 344, ശ്രീവാസ്തവ 138 എന്നിങ്ങനെയാണ് വിജയിച്ച മറ്റുള്ളവരുടെ വോട്ടിംഗ് നില. മാറ്റം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ വോട്ടാണ് വിജയത്തിന് ആധാരമെന്ന് ജേതാക്കൾ പ്രതികരിച്ചു. 3-4 വർഷം അതിനു മുമ്പും രക്ഷിതാക്കൾക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റികളും അതുപോലെ തന്നെ ബോർഡും ഒക്കെയുള്ള അവരുടെ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ എന്നും ഞാൻ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. മൊത്തം 9 സ്ഥാനാർത്ഥികളിൽ 5 പേരായിരുന്നു മലയാളികൾ. NS രാജീവ് 122 വോട്ടും സൂരജ് കുമാർ 88 വോട്ടും നേടി. ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന 5 പേരാണ് ബോർഡിലെത്തുക. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആൾ ചെയർമാനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർക്ക് പകരം സാമൂഹ്യ പ്രവർത്തകരാണ് BID തലപ്പത്തെത്തുന്നത് എന്നതാണ് ഇത്തവണ പ്രത്യേകത. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.